കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് 79,717 പേർ യോഗ്യത നേടി. ഫാർമസി പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത് 26,943 വിദ്യാർത്ഥികൾ. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ആദ്യഘട്ട അലോട്ട്മെന്റ് ജൂലൈ 8-ന്. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ സഹോദരന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ തൊയ്ബയുടെ പ്രതിനിധികൾ. നിരോധിത ഭീകര സംഘടനാ പ്രവർത്തകർ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്ത്. ഹാഫിസ് സയ്യിദിന്റെ അനുയായികളും ചടങ്ങിൽ. പ്രതികരിക്കാതെ പാകിസ്ഥാൻ. ഭൂചലനത്തിൽ തുടർച്ചയായി വിറച്ചു വെനസ്വേല. മരിച്ചവരുടെ എണ്ണം 1000 കവിഞ്ഞു. ഭീതി പടർത്തി 30-ലധികം ചെറു തുടർചലനങ്ങൾ. 50,000-ലേറെ പേരെ കാണാനില്ല. അടിയന്തര സഹായം എത്തിച്ചു നൽകി ഇന്ത്യ. ബഹ്റിന് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാൻ. രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമെന്ന് ബഹ്റിൻ. അമേരിക്ക ഇറാൻ സംഘർഷം തുടരുന്നു. ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം ശക്തം. അടുത്ത വർഷം ആദ്യം ട്രംപ് ഇന്ത്യയിലേക്ക്. മുന്നൊരുക്കങ്ങൾക്കായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഉടനെത്തും. നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും പുകഴ്ത്തി അമേരിക്ക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിങ്കളാഴ്ച കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കും. പിന്തുണയിൽ LDF-ൽ തീരുമാനമായില്ല. BJPക്ക് കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നില്ലെന്ന് KS ശബരിനാഥൻ. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനായില്ലെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണ. നിലപാട് നിർണായകം. നടനും സംവിധായകനുമായ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ വിടവാങ്ങുന്നത് തിരക്കഥകളുടെ രാജാവെന്നറിയപ്പെടുന്ന ചലച്ചിത്രകാരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. SITയുടെ നടപടി മറ്റന്നാൾ ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെ ചോദിച്ചറിഞ്ഞത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ വിശദാംശങ്ങൾ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ അർജന്റീന നാളെ ജോർദാനെതിരെ. മത്സരം രാവിലെ 7:30. ആദ്യ 11-ൽ മെസ്സി ഇറങ്ങില്ല. പോർച്ചുഗൽ കൊളംബിയ പോരാട്ടം 5 മണിക്ക്. ക്രൊയേഷ്യയ്ക്കും ഘാനയ്ക്കും ജീവൻ മരണ പോരാട്ടം.